ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് ഇവിടെ 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അതിൽ എ ഓർ ബി ക്വസ്റ്റ്യന് ഉള്ളത് എ ആണോ നിങ്ങൾക്ക് അറിയുന്നത് എ മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ബി ആണ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ബി മാത്രം എഴുതുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എത്ര സർക്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എത്ര സർക്കിൾ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റത്തെ സർക്കിൾ ആ റെക്ടാങ്കിളിന്റെ മുകളിൽ തന്നിട്ടുണ്ട്. ആ വീടിന്റെ സൈഡിലായിട്ടാണ് ഫസ്റ്റത്തെ സർക്കിൾ തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടിയിൽ എത്ര സർക്കിൾ ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ടോട്ടൽ എത്ര സർക്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്? 7 സർക്കിൾ ആണ്. ഇനി അടുത്തത് എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് ആ വീടിന്റെ മുകൾ ഭാഗത്ത് തന്നെ ഏറ്റവും വലിയൊരു ട്രയാങ്കിൾ കാണാൻ കഴിയുന്നതാണ്. അതിനടിയിൽ 5 ചെറിയ ട്രയാങ്കിൾ വരുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ കൂടി വരുന്നുണ്ട്. സോ ടോട്ടൽ എത്രയാണ്? 7 ട്രയാങ്കിൾ ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് എത്ര സ്ക്വയർ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ മാർക്ക് ചെയ്തത് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10. നമുക്ക് 10 സ്ക്വയേഴ്സ് ആണ് ഈ പിക്ചറിൽ കിട്ടുന്നത്. സോ നമുക്ക് ഫൈനൽ ആൻസർ ഇവിടേക്ക് എഴുതി കൊടുക്കാം. സ്ക്വയർ 10 ആണ്, ട്രയാങ്കിൾ 7 ആണ്, സർക്കിൾ 7 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഈ പിക്ചർ പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ട്രയാങ്കിൾ റൈറ്റ് സൈഡിലേക്കായിരുന്നു തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ താഴോട്ടാണ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്, നെക്സ്റ്റ് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ അടുത്തത് എവിടേക്കായിരിക്കും? മുകൾ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ ആയിരിക്കും. ഇവിടെ 3 പിക്ചർ തന്നിട്ടുണ്ട്. ഇനി അടുത്ത പിക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ആദ്യം ട്രയാങ്കിളിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ ട്രയാങ്കിൾ ആണ് കളർ ചെയ്തുകൊണ്ട് കാണുന്നത്. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള ചെറിയ ട്രയാങ്കിളിനെ കളർ ചെയ്തു. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ചെറിയ ട്രയാങ്കിളിനെ കളർ ചെയ്തു. ഇനി എവിടെയാണ് ബാക്കിയുള്ളത്? മിഡിൽ പോർഷനിലുള്ള ട്രയാങ്കിളിനെയാണ് ബാക്കിയുള്ളത്. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 നോക്കാം. ഇൻ ദ സൂ, ഫ്രണ്ട്സ് കെയിം ടു വിസിറ്റ് ദ സൂ. ഫ്രണ്ട്സ് എല്ലാവരുടെയും സൂ കാണാൻ എത്തിയിരിക്കുകയാണ്. ദ നമ്പേഴ്സ് ഓൺ ദി എൻട്രി ടിക്കറ്റ് ആർ ഗിവൺ ബിലോ. എൻട്രി ടിക്കറ്റുമുള്ള നമ്പേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ബസ് നമ്പർ 1 ഫ്രം 438 ടു 490. ബസ് നമ്പർ 2 ഫ്രം 500 ടു 553. ബസ് നമ്പർ 3 ഫ്രം 599 ടു 608. ഇനി നമ്മളോട് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി സ്റ്റുഡൻസ് കെയിം ഇൻ ബസ് നമ്പർ 1. ബസ് നമ്പർ 1 എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വരുന്നത് 490 മൈനസ് 438 പ്ലസ് 1. ഓപ്ഷൻ ബി 490 മൈനസ് 438 മൈനസ് 1. ഓപ്ഷൻ സി വരുന്നത് 490 മൈനസ് 438. ഓപ്ഷൻ ഡി വരുന്നത് 490 മൈനസ് 439. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ബസ് നമ്പർ 1 438 മുതൽ, അതായത് 438 മുതൽ 490 വരെയുള്ള കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 490 മൈനസ് 438 പ്ലസ് 1. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്ലസ് 1 ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ ബസ്സിലുള്ള ടിക്കറ്റിന്റെ നമ്പർ ഫ്രം 5 ടു 8 എന്നാണ് തന്നതെങ്കിൽ നോക്കൂ. 5 ടു 8 എത്ര കുട്ടികൾ വരും? 5 എന്ന് ഉള്ള ഒരു ടിക്കറ്റുള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കും, 6 എന്ന നമ്പർ ഉള്ള ഒരു ടിക്കറ്റുള്ള കുട്ടി ഉണ്ടായിരിക്കും, 7 എന്ന് ടിക്കറ്റ് നമ്പർ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കും, 8 എന്ന് ടിക്കറ്റ് നമ്പർ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരിക്കും. അപ്പൊ ടോട്ടൽ അവിടെ ആ ബസ്സിൽ 4 കുട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ 8 മൈനസ് 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ ആള് 8ാമത്തെ ആള് അതിൽ ഉൾപ്പെടുന്നില്ല. 8ൽ 5 പോയാൽ എത്രാന്ന് മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതുകൊണ്ട് 3 പ്ലസ് 1 ചെയ്യുന്ന സമയത്താണ് നമുക്ക് 4 എന്ന ആൻസർ കിട്ടുന്നത്. അതേപോലെ 490 മൈനസ് 438 ചെയ്യുന്ന സമയത്ത് നമുക്ക് 52 ആണ് ആൻസർ കിട്ടുന്നത്. നമ്മൾ 490 എന്ന് ടിക്കറ്റ് നമ്പർ ഉള്ള ആളിനെ എണ്ണുന്നില്ല. അതുകൊണ്ട് നമ്മൾ 50 പ്ലസ് 1 എന്ന് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഇനി നെക്സ്റ്റ് ചോദ്യം, ഇൻ വിച്ച് ബസ് ഡിഡ് മോസ്റ്റ് സ്റ്റുഡൻസ് കം? ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്? അപ്പൊ ഓരോ ബസ്സിലും എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ ബസ്സിൽ ഉണ്ടായിരുന്നത് ടിക്കറ്റ് നമ്പർ ഫ്രം 438 to 490 ആയിരുന്നു. അതുകൊണ്ട് 490 മൈനസ് 438 പ്ലസ് 1 ചെയ്തു നമുക്ക് 53 എന്ന് ആൻസർ കിട്ടി. ഇതേപോലെ ബസ് 2വിലത്തെയും കണ്ടുപിടിക്കാം. ടിക്കറ്റ് നമ്പർ വരുന്നത് 500 to 553 ആണ്. 553 മൈനസ് 500 പ്ലസ് 1 എത്രയാണ് കിട്ടുന്നത്? 54 ആണ് ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. മാറിപ്പോരുത്. പ്ലേസ് വാല്യൂ ഒക്കെ അനുസരിച്ച് സബ്സ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യാനൊക്കെ പഠിക്കുക. ഇനി ബസ് നമ്പർ 3ൽ എത്ര കുട്ടികളാണുള്ളത്? ടിക്കറ്റ് നമ്പർ ഫ്രം 599 to 608 വരെയാണ് അതിലുള്ള ടിക്കറ്റ് നമ്പേഴ്സ്. സോ 608 മൈനസ് 599 പ്ലസ് 1 എത്രയാണ് വരുന്നത്? ടോട്ടൽ 10 ആണ് വരുന്നത്. ബസ് നമ്പർ 2ലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത്. എത്രയാണ്? 54 ആണ് ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? 553 മൈനസ് 500 പ്ലസ് 1 എന്തിനാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യൂ. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കെയിം ഇൻ ഓൾ 3 ബസ്സസ്. 3 ബസ്സിൽ കൂടി എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ബസ് നമ്പർ 1ലെ കുട്ടികളെയും ബസ് നമ്പർ 2ലെ കുട്ടികളെയും ബസ് നമ്പർ 3ലെ കുട്ടികളെയും ആഡ് ചെയ്യുകയാണ് വേണ്ടത്. 53 പ്ലസ് 54 പ്ലസ് 10 എത്രയാണ് വരുന്നത്? 117. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 117 സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? thousands and thousands. 1000 rupees should be paid to the auto driver who take children to school. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവർക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 1000 rupees ആണ്. The number of notes given by each child is 5. ഓരോ കുട്ടിയും കൊടുത്തിട്ടുള്ള നോട്ടിന്റെ എണ്ണം 5 ആണ്. The value of some നോട്ട്സ് ആർ ഗിവൺ. ചില നോട്ടുകളുടെ വാല്യൂസ് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദ വാല്യൂ ഓഫ് ദി റിമൈനിങ് നോട്ട്സ്. ബാക്കിയുള്ള നോട്ട്സിന്റെ വാല്യൂസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ആരുടെയൊക്കെയാണ്? ഇഷാന് എത്ര രൂപയുടെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്? 200 rupeesന്റെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഒരു 4 നോട്ട്സ് കൂടി കൊടുക്കണം. അടുത്തത് റിയ ആണ്. റിയ 500ന്റെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 4 നോട്ട് കൂടി കൊടുക്കണം. ഐവാൻ എത്ര രൂപയുടെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്? 100 rupeesന്റെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 4 നോട്ട്സ് കൂടി കൊടുക്കണം. സോ ഫ്രണ്ട്സ്, ഇഷാന് നോക്കൂ. ഇഷാന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 200 rupees ആണ്. നമുക്ക് ടോട്ടൽ എത്രയാണ് ഡ്രൈവർക്ക് കൊടുക്കേണ്ടത്? 1000 rupees ആണ്. സോ നമുക്ക് 1000ൽ നിന്ന് 200 പോയാൽ 800 ആണ് കിട്ടുന്നത്. 800നെ നമുക്ക് 4 നോട്ടുകളാക്കി കൊടുക്കണം. കാരണം ടോട്ടൽ 5 നോട്ട്സ് ആണ് ഇവര് ഓരോ കുട്ടിയും കൊടുത്തതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ നോട്ടായിരുന്നു 200. ബാക്കി 4 നോട്ട്സ് കൂടി കൊടുക്കാനുണ്ട്. ബാക്കി 1000 മൈനസ് 200 എത്ര രൂപയും കൂടിയാണുള്ളത്? 800 രൂപയും കൂടിയാണുള്ളത്. സോ നമുക്ക് എങ്ങനെ കൊടുക്കാം? 200 പ്ലസ് 200 പ്ലസ് 200 പ്ലസ് 200 ഇങ്ങനെ കൊടുക്കാം. അപ്പൊ 4 നോട്ടുകളിലാക്കി 800 rupees നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന 200 കൂടിയും. അപ്പൊ 5 നോട്ടാണ് വരുന്നത്. ടോട്ടൽ 1000 ആണ് വരുന്നത്. ഇതേപോലെ അടുത്ത ആളുടേതും എഴുതി നോക്കാം. റിയ കൊടുത്തത് 500 rupeesന്റെ ഒരു നോട്ടാണ്. ടോട്ടൽ വേണ്ടത് എത്രയായിരുന്നു? 1000 rupees ആണ്. സോ 1000 മൈനസ് 500 ബാക്കി 500 ആണ് വരുന്നത്. എത്ര നോട്ടുകളാക്കി കൊടുക്കണം? 4 നോട്ടുകളാക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 200 500 കിട്ടുന്നതാണ്. സോ 500 പ്ലസ് 500 ടോട്ടൽ 5 നോട്ടുകളിലാക്കിയിട്ട് നമുക്ക് 1000 rupees ഫൈനൽ ആൻസർ കിട്ടുന്നതാണ്. ഇതേപോലെ 100 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 200 തന്നെ എഴുതണമെന്നില്ല. നമുക്ക് 4 നോട്ടുകളിലാക്കി 500 കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് 150 പ്ലസ് 150 അങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷെ നമുക്ക് ടോട്ടൽ 4 നോട്ട്സും വേണം, 500 rupeesഉം ആണ് കിട്ടേണ്ടത്. ആ ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. അടുത്തത് ഐവാൻ ആണ്. ഐവാന് കൊടുത്തിട്ടുള്ളത് 100 rupeesന്റെ ഒരു നോട്ടായിരുന്നു. നമ്മളത് 1000 rupees ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 1000 മൈനസ് 100 900 ബാക്കി 900 rupees കൂടി ഐവാൻ കൊടുക്കാനുണ്ട്. അപ്പൊ 4 നോട്ടുകളിലാക്കിയിട്ട് 900 എങ്ങനെ കൊടുക്കാം? 200 പ്ലസ് 200 പ്ലസ് 200 പ്ലസ്
300 ആക്കിയിട്ട് നമുക്ക് 900 റുപ്പീസ് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിഷ ബ്രോട്ട് എ 500 rupee note and some 10 rupees notes. Put a tick mark on the total number of notes she brought. മിഷ 500 രൂപയുടെ ഒരു നോട്ടും കുറച്ച് 10 രൂപയുടെ നോട്ടും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 1000 റുപ്പീസ് ആവാൻ വേണ്ടിയിട്ട് അവൾ എത്ര നോട്ട്സ് ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക? ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മിഷ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് 500 റുപ്പീസിന്റെ ഒരു നോട്ടും 10 റുപ്പീസിന്റെ കുറച്ച് നോട്ടുകളുമാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ് വേണ്ടത്? 1000 ആണ് വേണ്ടത്. അപ്പൊ 1000 നിന്ന് 500 കുറച്ചാല് ബാക്കി 500 റുപ്പീസ് കൂടിയുണ്ട്. ഈ 500 റുപ്പീസിനെയാണ് അവൾ കുറച്ച് 10 രൂപകളാക്കി കൊണ്ടുവന്നത്. അപ്പൊ ഈ 500 നോട്ടിൽ എത്ര 10 റുപ്പീസ് ഉണ്ട് നോക്കാം. 500 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് 50 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലെ. 50 10 രൂപയുടെ 50 നോട്ടുകൾ ചേർന്നാലാണ് നമുക്ക് 500 റുപ്പീസ് കിട്ടുന്നത്. അപ്പൊ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 500 റുപ്പീസിന്റെ ഒരു നോട്ടും, അത് എണ്ണാൻ മറന്നു പോകരുത്. 500 റുപ്പീസിന്റെ ഒരു നോട്ടും 10 റുപ്പീസിന്റെ 50 നോട്ട്സുകളാണ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ 50 പ്ലസ് 1 51 നോട്ട്സ് ആണ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. There are 2 notes each of 5, 10, 20 and 50 in a box. What is the smallest amount that can be made by taking 3 notes from this? ഒരു ബോക്സിൽ 5ന്റെയും 10ന്റെയും 20യുടെയും 50യുടെയും 2 നോട്ടുകൾ വീതമുണ്ട്. ഇതിൽ നിന്ന് 3 നോട്ടുകൾ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 നോട്ടുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് എത്ര ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പിക്ചറിൽ തന്നിട്ടുള്ളത് പോലെ ഒന്നാമത്തെ ബോക്സിൽ 2 5 രൂപയുടെ നോട്ടാണുള്ളത്. രണ്ടാമത്തെ ബോക്സിൽ 2 10 രൂപയുടെ നോട്ടുകളാണുള്ളത്. മൂന്നാമത്തെ ബോക്സിൽ 2 20 രൂപയുടെ നോട്ടുകളാണുള്ളത്. നാലാമത്തെ ബോക്സിൽ 2 50 രൂപയുടെ നോട്ടുകളാണുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 3 നോട്ടുകൾ എടുക്കാം, എന്നാലും നമുക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഏറ്റവും ചെറിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ നോട്ടുകൾ എടുക്കാം. ഏറ്റവും ചെറിയ നോട്ടുകൾ ഇവയിൽ ഏതൊക്കെയാണ്? 5 രൂപയുടെ 2 എണ്ണാണുള്ളത്. സോ നമുക്ക് 5 രൂപയുടെ 2 നോട്ട് എടുക്കാം. ഇനി അടുത്തത് 10 രൂപയുടെ ഒരു നോട്ടും എടുക്കാം. സോ നമ്മൾ 3 നോട്ട് എടുത്തു, 3 ചെറിയ നോട്ടുമാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് 5 പ്ലസ് 5 പ്ലസ് 10 എത്രയാണ് കിട്ടുന്നത്? ടോട്ടൽ 20. അപ്പൊ 20 ആണ് നമ്മളുടെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 3B ക്വസ്റ്റ്യൻ ആണ്. കാർഡ് ഗെയിം. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് കാർഡ്സ്. മനു അവന്റെ കൂട്ടുകാരും കാർഡ്സ് കളിക്കാണ്. ഈച്ച് വൺ ക്യാൻ ടേക്ക് 3 കാർഡ്സ് വിത്ത് ഐസ് ക്ലോസ്ഡ്. ഒരാൾക്ക് കണ്ണടിച്ചിട്ട് 3 കാർഡ്സ് എടുക്കാൻ പറ്റുന്നതാണ്. ദ സം ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി കാർഡ്സ് ടേക്കൺ ഈസ് ദ പോയിന്റ് ഒബ്റ്റെയിൻഡ്. ഒരാൾക്ക് കണ്ണടിച്ചിട്ട് 3 കാർഡ്സ് എടുക്കാം. അപ്പൊ ആ കാർഡ്സിൽ ഉണ്ടായിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണോ അതാണ് അവർക്ക് കിട്ടുന്ന പോയിന്റ്സ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് നെയിംസ് തന്നിട്ടുണ്ട്. മനു, സാം, അനയ. നമുക്ക് മനുവിൻ്റെത് നോക്കാം. മനു എടുത്തിട്ടുള്ള കാർഡ്സിന്റെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. മനു എടുത്തിട്ടുള്ളത് 200ന്റെ ഒരു കാർഡ്, 110ന്റെ ഒരു കാർഡ്, 165ന്റെ ഒരു കാർഡും. അങ്ങനെ 3 കാർഡ്സേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിലുള്ള നമ്പേഴ്സ് ആണ് ഇത്. 200ഉം 110ഉം 165ഉം. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എത്രയാണ്? ആദ്യം നമുക്ക് മനുവിന്റെ പോയിന്റ്സ് നോക്കാം. അവൻ എടുത്തിട്ടുള്ള കാർഡുകളുടെ നമ്പർ ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. 200ഉം 110ഉം 165ഉം ആയിരുന്നു. അപ്പൊ അവന് കിട്ടിയിട്ടുള്ള ടോട്ടൽ പോയിന്റ്സ് എത്രയായിരിക്കും? ഇവരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 200 പ്ലസ് 110 പ്ലസ് 165 എത്രയാണ് കിട്ടുന്നത്? 475. അപ്പൊ നിങ്ങൾ ഇതേപോലെ വലിയ നമ്പേഴ്സും ചെറിയ നമ്പേഴ്സും ഒക്കെ ആഡ് ചെയ്തും സബ്സ്ട്രാക്ട് ചെയ്തും ഒക്കെ ചെയ്ത് പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സംശയങ്ങൾ എവിടെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയുമുള്ളൂ. മാത്സിന്റെ ഓരോ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇങ്ങനെ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുന്നോ നിങ്ങളുടെ എക്സാം അത്രയും ഈസി ആയിരിക്കും. ഇനി സാമിൻ്റെത് നോക്കാം. സാമിന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? സാം എടുത്തിട്ടുള്ള 2 കാർഡ്സിന്റെ നമ്പേഴ്സേ ഇവിടെ തന്നിട്ടുള്ളൂ. 100ഉം 150ഉം. എന്നാൽ ടോട്ടൽ പോയിന്റ്സ് തന്നിട്ടുണ്ട് 360. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാർഡിൽ ഉണ്ടായിരുന്ന നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ?
ആദ്യം നമുക്ക് അവന്റെ കയ്യിലുള്ള 2 കാർഡുകളുടെ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 100ഉം 150യും ആഡ് ചെയ്ത് നോക്കാം. 100 പ്ലസ് 150 എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 250 ആണ് കിട്ടുന്നത്. അവന്റെ ടോട്ടൽ പോയിന്റ് 360 ആയിരുന്നു. സോ നമ്മൾ 360യിൽ നിന്നും 250 സബ്സ്ട്രാക്ട് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 110 കിട്ടുന്നു. അപ്പൊ മൂന്നാമത്തെ കാർഡിലെ നമ്പർ എത്രയാണ്? 110. 100ഉം 150യും 110ഉം കൂടി ആഡ് ചെയ്താലാണ് അവന്റെ ടോട്ടൽ പോയിന്റ് ആയിട്ടുള്ള 360 നമുക്ക് കിട്ടുക. ഇനി അടുത്തത് അനായന്റെ നോക്കാം. അനായന്റെ ഒരു കാർഡിലുള്ള നമ്പറേ ഇവിടെ തന്നിട്ടുള്ളൂ, എന്നാൽ ടോട്ടൽ പോയിന്റ്സും തന്നിട്ടുണ്ട്. ഒരു കാർഡിലുള്ള നമ്പർ എത്രയാണ്? 100. 100 പ്ലസ് ഡാഷ് ആണ് 440. സോ നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് അവന്റെ ടോട്ടൽ പോയിന്റ് ആയിട്ടുള്ള 440യിൽ നിന്നും 100 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 340 കിട്ടും. അപ്പോൾ ബാക്കിയുള്ള 2 കാർഡുകളിലെ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 340 ആണ് കിട്ടേണ്ടത്. അപ്പൊ 340 കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നമ്പേഴ്സും നമുക്ക് എടുക്കാം, ഏത് 2 നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200ഉം 140യുമാണ്. 200 പ്ലസ് 140 എത്രയാണ് കിട്ടുന്നത്? 340 ആണ് കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ 300ഉം 40യും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് ടോട്ടൽ 340 കിട്ടണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് 4 നമ്പേഴ്സ് കാർഡ്സ് ടു ഗെറ്റ് ദ സം 1000. നമുക്ക് എത്രയാണ് ടോട്ടൽ കിട്ടേണ്ടത്? 1000 ആണ് കിട്ടേണ്ടത്. എത്ര കാർഡ്സ് ആണ് എടുക്കേണ്ടത്? 4 കാർഡ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ 4 കാർഡ്സ് എടുത്തിട്ട് ടോട്ടൽ സം 1000 കിട്ടണം. അതായത് ഏതൊക്കെ 4 നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് വേണമെങ്കിൽ 250 പ്ലസ് 250 പ്ലസ് 250 പ്ലസ് 250 എങ്ങനെ എടുക്കാം? 4 നമ്പേഴ്സ് എടുക്കണം കേട്ടോ. അപ്പൊ 4 നമ്പേഴ്സ്, ഈ 4 250 കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? 1000 ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് 200 പ്ലസ് 200 പ്ലസ് 250 പ്ലസ് 350 എടുക്കാം. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പേഴ്സും എടുക്കാം. പക്ഷെ 4 നമ്പേഴ്സ് എടുക്കണം. നമുക്ക് 4 നമ്പേഴ്സ് കൂടി ആഡ് ചെയ്താൽ 1000 കിട്ടുകയും വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആക്ടിവിറ്റി 4 ടൂർ. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് ടു പേ 625 rupees ഫോർ ദ സ്റ്റഡി ടൂർ. ഓരോ കുട്ടിയും സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് 625 rupees പേ ചെയ്യണം. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് പേഡ് 625 rupees ഇൻ ഡിഫറെന്റ് വേസ്. മനുവും അവന്റെ കൂട്ടുകാരും 625 rupees പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ നോട്ട്സ് ഗിവൺ ബൈ ദം. അവർ കൊടുത്തിട്ടുള്ള നോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ 100 രൂപയുടെ നോട്ടുണ്ട്, 10 രൂപയുടെ നോട്ടുണ്ട്, 5 രൂപയുടെ നോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര 100 രൂപയുടെ നോട്ട് എടുത്താലാണ്, എത്ര 10 രൂപയുടെ നോട്ട് എടുത്താലാണ്, എത്ര 5 രൂപയുടെ നോട്ട് എടുത്താലാണ് നമുക്ക് 625 625 rupees കിട്ടുക? നമുക്ക് 6 100 രൂപയുടെ നോട്ട് എടുത്താൽ എത്ര കിട്ടുന്നതാണ്? 600 കിട്ടുന്നതാണ്. നമ്മൾ എത്ര 10 രൂപയുടെ നോട്ട് എടുക്കണം? 2 എണ്ണം എടുക്കണം. 2 10 രൂപയുടെ നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 20 കിട്ടും. ഇനി 5 രൂപയുടെ നോട്ട് 1 എടുത്താൽ മതി. സോ നമുക്ക് 600 പ്ലസ് 20 പ്ലസ് 5 എത്രയാണ് കിട്ടുന്നത്? 625. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 100 രൂപയുടെ നോട്ട് എടുക്കാനും 1 രൂപയുടെ നോട്ട് എടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര 100 രൂപയുടെ നോട്ട് എടുക്കണം? 600 രൂപയുടെ നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് 600 കിട്ടും. ഇനി ബാക്കിയുള്ള 25നെ നമുക്ക് 1 രൂപയുടെ നോട്ടുകളിലാക്കി എടുക്കാം. അപ്പോൾ 1 രൂപയുടെ നോട്ടിന്റെ നേരെ 25 എന്ന് എഴുതി കൊടുക്കാം. 100 രൂപയുടെ നോട്ടിന്റെ നേരെ 6 എന്ന് എഴുതി കൊടുക്കാം. സോ ടോട്ടൽ നമുക്ക് 625 കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ 5 100 രൂപയുടെ നോട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കേണ്ടത് 10 രൂപയുടെ നോട്ടും 1 രൂപയുടെ നോട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര 10 രൂപയുടെ നോട്ടും എത്ര 1 രൂപയുടെ നോട്ടും കൂടിയാണ് 625 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്? 5 100 രൂപയുടെ നോട്ട് എന്ന് പറയുന്ന സമയത്ത് 5 into 100 500 rupees ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി 625 ആവാൻ വേണ്ടിയിട്ട് എത്ര നമ്പേഴ്സ് ആണ്, എത്ര എമൗണ്ട് ആണ് വേണ്ടത്? 625 മൈനസ് 500 125. അപ്പൊ ഈ 125നെ എത്ര 10 രൂപ നോട്ടുകളാക്കിയും എത്ര 1 രൂപയുടെ നോട്ടുകളാക്കിയും നമുക്ക് എഴുതാം? 12 10 രൂപകളാക്കി എഴുതാം. അപ്പൊ 12 into
10 120 രൂപ നമുക്ക് കിട്ടുന്നതാണ്. ഇനി 1 രൂപേനെ 5 കോയിനാക്കി എടുക്കാം. 5 × 1 5. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? ആദ്യം കയ്യിലുണ്ടായിരുന്ന 500 പ്ലസ് പിന്നീട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് 120യും 5ഉമാണ്. സോ 500 പ്ലസ് 120 പ്ലസ് 5 എത്രയാണ് വരുന്നത്? 625. ഇനി നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ 100 രൂപയുടെ നോട്ടുണ്ട്, 10 രൂപയുടെ നോട്ടുണ്ട്, 1 രൂപയുടെ നോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ നോട്ടും എത്ര എണ്ണം വെച്ചിട്ടാണ് എടുക്കേണ്ടത്? ലാസ്റ്റ് 625 കിട്ടാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ നോട്ട് എത്ര എണ്ണം എടുക്കണം? 6 എണ്ണം എടുക്കണം. 6 100 രൂപയുടെ നോട്ട് എടുത്താൽ നമുക്ക് 600 എന്ന് കിട്ടുന്നതാണ്. 2 10 രൂപയുടെ നോട്ട് എടുത്താൽ നമുക്ക് 20 എന്ന് കിട്ടുന്നതാണ്. ഒരു 5 രൂപയുടെ നോട്ട് എടുത്താൽ നമുക്ക് 5 എന്ന് കിട്ടുന്നതാണ്. സോ ടോട്ടൽ 600 പ്ലസ് 20 പ്ലസ് 5 എത്രയാണ് കിട്ടുന്നത്? 625 നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് 62 എണ്ണം ഉണ്ടെന്നും അതേപോലെ 5 എണ്ണം ഉണ്ട് എന്നാണ്. ഏത് നോട്ടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 62 എണ്ണം ഏത് നോട്ട് എടുത്താലാണ് നമുക്ക് 620 കിട്ടുക? അതേപോലെ 5 ഏത് നോട്ട് എടുത്താൽ 5 എണ്ണം വെച്ചിട്ട് ഏത് നോട്ട് എടുത്താലാണ് നമുക്ക് 620 കിട്ടുക? നമുക്ക് 10 രൂപയുടെ നോട്ട് 62 എണ്ണം വെച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് 620 കിട്ടുന്നതാണ്. അതേപോലെ 5 എണ്ണം വെച്ചിട്ട് 1 രൂപയുടെ നോട്ട് എടുക്കുന്ന സമയത്ത് 5 രൂപയും കിട്ടുന്നതാണ്. സോ 620 പ്ലസ് 5 എത്രയാണ് വരുന്നത്? 625. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 5. ലെറ്റ്സ് ഫൈൻഡ് ദി നമ്പർ. ദ ടേബിൾ ഷോസ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2 സ്കൂൾസ് ഇൻ എ പഞ്ചായത്ത്. 2 പഞ്ചായത്തുകളിലുള്ള സ്കൂളിലെ കുട്ടികളുടെ എണ്ണാണ് താഴെ ടേബിളിൽ നൽകിയിരിക്കുന്നത്. നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡന്റ് ഇൻ ഈച്ച് സ്കൂൾ. ഓരോ സ്കൂളിലെയും ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ സ്കൂൾ 1 എത്ര കുട്ടികളാണുള്ളത്? ക്ലാസ് 1 110 ഉണ്ട്, ക്ലാസ് 2 121, ക്ലാസ് 3 123, ക്ലാസ് 4 100. അപ്പൊ ഇവരെ ആഡ് ചെയ്ത് കൊടുത്താൽ ടോട്ടൽ കിട്ടുന്നതാണ്. അതേപോലെ സ്കൂൾ 2 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നതാണ്. സ്കൂൾ 1 ടോട്ടൽ നമ്പർ നമുക്ക് കിട്ടുന്നത് 454 ആണ്. നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കണം. ആഡ് ചെയ്തും സബ്സ്ട്രാക്ട് ചെയ്തും ഒക്കെ ചെയ്ത് നോക്കണം. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഈസി ആവുള്ളൂ. ഇനി സ്കൂൾ 2 ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത് 460 ആണ്. When some students from school 2 joined school 1, the number of students in both schools became equal. How many students moved to school 1? Put tick mark on the correct answer. സ്കൂൾ 2 കുറച്ച് സ്റ്റുഡൻസ് സ്കൂൾ 1 ചേർന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ സ്കൂൾ 2 നിന്ന് സ്കൂൾ 1 പോയാലാണ് അവരുടെ ടോട്ടൽ നമ്പേഴ്സ് ഈക്വൽ ആവുക? നമുക്കറിയാം സ്കൂൾ 1 ടോട്ടൽ സ്റ്റുഡൻസ് എത്രയായിരുന്നു? 454 ആയിരുന്നു. സ്കൂൾ 2 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരുന്നു? 460 ആയിരുന്നു. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് സ്കൂൾ 2 നിന്ന് സ്കൂൾ 1 എത്ര കുട്ടികൾ പോയാലാണ് ഇവരുടെ ടോട്ടൽ ഈക്വൽ ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 460 നിന്ന് 3 പോകുന്ന സമയത്ത്, അതായത് സ്കൂൾ 2 നിന്ന് 3 സ്റ്റുഡൻസ് സ്കൂൾ 1 പോകുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയായി മാറുന്നു? 460 മൈനസ് 3 457 ആയി മാറുന്നു. ഇനി അടുത്തത് സ്കൂൾ 1 ടോട്ടൽ നമ്പേഴ്സ് 454 ആയിരുന്നു. അപ്പൊ സ്കൂൾ 2 3 കുട്ടികൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അവരുടെ ടോട്ടൽ നമ്പേഴ്സ് കൂടി 454 പ്ലസ് 3 ആയി മാറി. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 457. അപ്പൊ എത്ര കുട്ടികളാണ് പോയിട്ടുള്ളതിന് ആൻസർ എത്രയാണ് വരുന്നത്? 3 ആണ് ആൻസർ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നാളത്തെ നിങ്ങളുടെ എക്സാം ആയ മാത്സിന്റെ ആൻസർ കീ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.